80-20 റൂൾ ജീവിതത്തിലാണെങ്കിലും പരീക്ഷകളിലാണെങ്കിലും ഒരിക്കലും നിങ്ങൾ ഈ നിയമം മറന്നു പോകരുത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും നമുക്ക് ഒരു 80% റിസൾട്ട് കിട്ടുന്നത് വെറും 20% എഫേർട്ട് ഉപയോഗിച്ചായിരിക്കും. പക്ഷെ മറ്റു ചില സാഹചര്യത്തിലോ നമ്മൾ 80% എഫേർട്ട് ഇട്ടാൽ പോലും കിട്ടുന്ന റിസൾട്ട് ഒരുപക്ഷെ വെറും 20% മാത്രമായിരിക്കും. ഇവിടെയാണ് സ്മാർട്ട് വർക്കിന്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞ് പഠിക്കേണ്ടത്. കടല് പോലെയുള്ള സിലബസ്, എക്സാംസിന്റെ ഡേറ്റ്സ് ആണെങ്കിൽ അടുത്ത് വന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ ഹൈ ഫോക്കസ് ഏരിയ അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തി അത് ഫോക്കസ് ചെയ്ത് തന്നെ പഠനവും റിവിഷനും മുന്നോട്ട് കൊണ്ടുപോകണം. ചവറ് പോലെ വലിച്ചുവാരി പഠിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇത്തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രിലിംസ് വിന്നേഴ്സ് ബാച്ച്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ബാച്ച്, സബ് ഇൻസ്പെക്ടർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിലബസ് വിശാലമായി പഠിപ്പിക്കും, പക്ഷേ റിവിഷന്റെ സമയത്ത് അല്ലെങ്കിൽ ടെസ്റ്റിന്റെ സമയത്ത് ഹൈ ഫോക്കസ് ഏരിയാസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ തിരഞ്ഞു പിടിച്ച് അത് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കും. ഇതിനൊപ്പം എലിമിനേഷൻ ടെക്നിക്സിന്റെയും സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റിന്റെയും ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാര്യം ഒരു ബ്യൂറോക്രാറ്റ് ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കണം. സിലബസ് കടല് പോലെ കിടക്കുകയാണ്. ഇത് 100% പഠിച്ച് തീർത്ത് എക്സാം എഴുതി ജയിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. ഹൈ ഫോക്കസ് ഏരിയാസ് തിരഞ്ഞു പിടിച്ച് ഒരു ജോലിയിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വളരെ അഫോർഡബിൾ ആയ ഒരു ഫീസിൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവായി പഠിക്കാനായി ഞങ്ങളുടെ ഈ ബാച്ചസ് യൂസ് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.